ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രത്യേകിച്ചും സൂറത്ത് ഹൂദിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഈ എത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള ഗുണപാഠങ്ങളാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, വ്യക്തിത്വം തന്നെയാണ്. ഷുഐബ് നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിന്റെ ജനത ചോദിക്കുന്നുണ്ട്, കാലു യാ ഷുഐബു അസ്സലാതുക തഅമുറുക അൻ നത്റുക മാ യഅബുദു ആബാഉനാ ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ. നിന്റെ നിസ്കാരമാണോ ഷുഐബെ നിന്നോട് കൽപ്പിക്കുന്നത് ഞങ്ങളെ സമ്പത്ത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റൂല എന്നും ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചതിനെ ഉപേക്ഷിക്കണമെന്നൊക്കെ ഞങ്ങളെ പറയാൻ പ്രേരിപ്പിക്കുന്നതിന്റെ നിസ്കാരമാണോ എന്നാണ്. ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ നമസ്കാരം അവരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം വളരെ ചിട്ടയോടുകൂടെ ഒരു നിസ്കരിക്കുന്ന ഒരാള് ഒരു അത്ഭുതം തന്നെയല്ലേ സുഹൃത്തുക്കളെ. മനുഷ്യന് എന്തൊക്കെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം, അപ്പോഴൊക്കെ ആ നമസ്കാരം കണിശമായി നിർവഹിക്കും. ഫ്ലൈറ്റിൽ നിന്ന് നിസ്കരിക്കുന്നു, ഷിപ്പിൽ നിന്ന് നിസ്കരിക്കുന്നു, നടു റോട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു. എവിടെയാണോ നമസ്കാരത്തിന്റെ സമയമായത് അവിടെ ഒരു വൃത്തിയുള്ള സ്ഥലം നോക്കി നമസ്കരിക്കുന്ന ഒരു ചിട്ട എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒരു അത്ഭുതമല്ലേ. നമ്മുടെയൊക്കെ ദീനിന്റെ തോത് നിർണയിക്കുന്നത് എന്താ നിങ്ങൾ നിസ്കാരമാണ്. നിസ്കാരത്തിനുള്ള കണിശതയും ശ്രദ്ധയുമാണ് നമ്മുടെ ദീനിന്റെ ഒരു നിലവാരം അളക്കാൻ പറ്റുന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. അത് എത്രമാത്രം ഭക്തിയോടെ നിർവഹിക്കും. അപ്പൊ നിസ്കാരമാണോ നിന്നെ അതിനെ പ്രേരിപ്പിക്കുന്നതെന്നാണ്. അദ്ദേഹത്തിന്റെ ആ സൽ സ്വഭാവങ്ങളെക്കുറിച്ചും ചിട്ടയെക്കുറിച്ചും ഒരഭിപ്രായ വ്യത്യാസം പറയാൻ അവർക്കു തന്നെ പറ്റിയില്ല എന്നാണ്.